നമസ്കാരം ഫ്രണ്ട്സ്. ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും വളരെയധികം സന്തോഷം നിറഞ്ഞ അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ 1, ഓപ്പറേഷൻ സിന്ദൂർ 2 ഇത് രണ്ടുമാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. 22 ഏപ്രിൽ 2025 പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് നമ്മൾ പാകിസ്ഥാന് കൊടുത്ത അതിശക്തമായ തിരിച്ചടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിലെ ഭീകരവാദി ആക്രമണത്തിന് ഇന്ത്യ നൽകിയ ചുട്ട മറുപടിക്കുള്ള പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നല്ലാതെ മറ്റെന്ത് പേരിടാനാണ് ഇവിടെ? കാരണം പഹൽഗാമിൽ അതിപൈശാചികമായിട്ടും അതിമൃഗീയമായിട്ടുമാണ് നമ്മുടെ സഹോദരിമാരുടെ മുമ്പിൽ വെച്ച് അവരുടെ ഭർത്താക്കന്മാരെ തീവ്രവാദികൾ നിഷ്കരണം വധിച്ചത്. ഒരു ദയവില്ലാതെ അതിക്രൂരമായി ഇല്ലാതാക്കിയത്. അവരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഈ അതിപൈശാചികമായിട്ടുള്ള ഈ മൃഗീയമായിട്ടുള്ള ഈ ഭീകരവാദി ആക്രമണത്തിന് നമ്മൾ സൈനികമായിട്ട് തന്നെ അതിശക്തമായിട്ട് തിരിച്ചടിയാണ് ഈ ഭീകരവാദികളെ പാലൂട്ടി വളർത്തിയ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സൈനിക നടപടിക്ക് സൈനികമായിട്ടുള്ള നീക്കത്തിന് ഇന്ത്യ നൽകിയ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നായത് വളരെ വളരെ ഉചിതമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ അതിഭീകരമായ ഈ മനുഷ്യവേട്ടയ്ക്ക് ഇന്ത്യ സൈനിക തലത്തിൽ മറുപടി നൽകിയത് 14 ദിവസത്തിന് ശേഷമാണ്. ഈ 14 ദിവസവും ഇന്ത്യ കാത്തിരുന്നു. പാകിസ്ഥാൻ അവിടെയുള്ള തീവ്രവാദി കേന്ദ്രങ്ങൾക്കെതിരായിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തന്നെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമോ എന്ന് ഇന്ത്യ കാത്തിരുന്നു. ആ തീവ്രവാദികളെ തള്ളി പറയുമോ എന്ന് ഇന്ത്യ കാത്തിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ചെയ്തത് ആ തീവ്രവാദികളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ഇത് ഞങ്ങളുടെ ആളുകളല്ല എന്ന് വരുത്തി തീർക്കാൻ മാത്രമായിരുന്നു പാകിസ്ഥാൻ ശ്രമിച്ചത്. അല്ലാതെ തീവ്രവാദികളെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. തീവ്രവാദി കേന്ദ്രങ്ങൾക്കെതിരായിട്ട് ഒരു നടപടിയും പാകിസ്ഥാൻ കൈക്കൊണ്ടില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ തീവ്രവാദികൾ തന്നെയാണ് ഇന്ത്യയിലേക്ക് വന്ന് ഈ കൊടും ക്രൂരത ചെയ്തു എന്നുള്ളത്. ഇന്ത്യയുടെ കയ്യിൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ഭീകരവാദത്തിന് നൽകിയ ചുട്ട മറുപടി. ആ മറുപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. 7-ാം തീയതി പുലർച്ചെ 1:10-നും 1:30-ക്കും ഇടയ്ക്ക് 20 മിനിറ്റിനുള്ളിൽ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് പാകിസ്ഥാനിലെ 9 വിവിധ സ്ഥലങ്ങളിലെ തീവ്രമായിട്ട് പരിശീലിപ്പിച്ചു വന്നിരുന്ന തീവ്രവാദികളുടെ കേന്ദ്രങ്ങളാണ്. ആ തീവ്രവാദി കേന്ദ്രങ്ങളാണ് ഇന്ത്യ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് വെറും 20 മിനിറ്റ് സമയം കൊണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയിൽ തീവ്രവാദി ആക്രമണം പഹൽഗാമിൽ നടത്തിയ ഉടനെ തന്നെ പാകിസ്ഥാൻ ഉറപ്പായിരുന്നു ഇന്ത്യ എങ്ങനെയായാലും അവരെ അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു കാര്യം. ഇന്ത്യ നയതന്ത്രപരമായിട്ട് അവർക്ക് തിരിച്ചടി കൊടുത്തു. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒക്കെ റദ്ദാക്കിക്കൊണ്ട് നല്ല തിരിച്ചടി തന്നെ കൊടുത്തു. പക്ഷെ എങ്കിലും പാകിസ്ഥാൻ നല്ല പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. ഇന്ത്യ സൈനികപരമായിട്ട് ആക്രമിക്കും എന്നുള്ള ആ ഒരു പേടി പാകിസ്ഥാന് നല്ലപോലെ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അതുപോലെ തന്നെ വളരെ ജാഗ്രതയോടെയാണ് ഇരുന്നത്. പക്ഷേ പാകിസ്ഥാന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത രീതിയിൽ പാകിസ്ഥാൻ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട തീവ്രവാദി കേന്ദ്രങ്ങളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് പറയുന്നിടത്താണ് ഇന്ത്യൻ സൈന്യത്തിന്റെ യഥാർത്ഥ ശക്തി ഉള്ളത്. അതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ യഥാർത്ഥ ശക്തി. പാകിസ്ഥാന് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നുള്ള കാര്യം വ്യക്തമായി ബോധ്യപ്പെട്ടു. അതാണ് നമുക്ക് ഈ ഇന്ത്യൻ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് ലോകത്തിനും പാകിസ്ഥാനും മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചത്. അതായത് ഇന്ത്യയെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല എന്നുള്ള ആ ഒരു സത്യം പാകിസ്ഥാൻ സർക്കാരായിക്കോട്ടെ, പാകിസ്ഥാൻ സൈന്യമായിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഒരു സൈനിക ഓപ്പറേഷന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് അതിർത്തി കടക്കാതെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ്സ്, നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്ന ഫൈറ്റർ ജെറ്റ്സ് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ടാണ് ഗൈഡഡ് ക്രൂയിസ് മിസൈൽസ് യൂസ് ചെയ്തിട്ട് ഈ തീവ്രവാദി കേന്ദ്രങ്ങളെ പിൻ പോയിന്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് തകർത്ത് കളഞ്ഞത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സൈനിക ശക്തിയും ആയുധ ശക്തിയും ഒരുപോലെ ലോകത്തിനും പാകിസ്ഥാനും മനസ്സിലാക്കി കൊടുക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന അതിശക്തമായിട്ടുള്ള ഈ സൈനിക ഓപ്പറേഷനിലൂടെ ഇന്ത്യൻ ജനതയുടെ അഭിമാനമാണ് ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ സർക്കാരും ഉയർത്തിപ്പിടിച്ചത്. ഈ ഒരു ഓപ്പറേഷൻ എല്ലാ കാലത്തും ഇന്ത്യൻ ജനത ഓർമ്മിക്കും. അതിനകത്ത് ഒരു സംശയമില്ല. ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തെയും അങ്ങോട്ട് എത്തിക്കേറി ചെന്ന് ആക്രമിച്ച ചരിത്രമില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യ ഇത്രയും വലിയ സൈനിക ശക്തിയാണ്. ലോകത്തിലെ തന്നെ വളരെ വലിയ സൈനിക ശക്തികൾ ആദ്യത്തെ
4ഓ 5ഓ സ്ഥാനത്ത് വരുന്ന ഒരു സൈനിക ശക്തിയാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഇന്ത്യ ഒരു രാജ്യത്തെയും അങ്ങോട്ട് എത്തിക്കേറി ചെന്ന് ആക്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. പക്ഷെ ഇന്ത്യയെ എന്നും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ദുഷ്ടശക്തി ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ആക്രമിച്ച സമയത്തെല്ലാം പാകിസ്ഥാൻ അതിനുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് 1999 കാർഗിൽ യുദ്ധത്തില് ഇന്ത്യൻ സൈന്യത്തിന്റെ യഥാർത്ഥ ശക്തി പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞതാണ്. ശരിക്കും തിരിച്ചറിഞ്ഞതാണ്. വീണ്ടും 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 എന്നിട്ടും ഇവർ പ്രകോപനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് 99-ന് ശേഷം തീവ്രവാദികളെ ഇറക്കിയുള്ള കളിയാണ് പ്രോക്സി വാർ. നിഴൽ യുദ്ധമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് 99-ലെ കാർഗിൽ യുദ്ധത്തിന് ശേഷം. 99-ലെ കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ എത്ര സ്ഥലത്താണ്, എത്ര ഇടങ്ങളിലാണ് പാകിസ്ഥാൻ തീവ്രവാദികളെ അയച്ചുകൊണ്ട് ബോംബ് സ്ഫോടനം നടത്തിയും വെടിവെപ്പ് നടത്തിയും പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ഇന്ത്യക്കാരെ കൊന്നുകൊടുക്കിയിരിക്കുന്നത്. എത്ര സ്ഥലത്താണ്. ആ 2008-ലെ മുംബൈ ഭീകരാക്രമണം തന്നെ അത് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഭീകരമായിരുന്നു എന്നുള്ളത്. 150ഓളം പേരെയാണ് വെടിവെച്ച് വീഴ്ത്തിയതെന്ന് ബോംബെയിൽ പല സ്ഥലത്തും കറങ്ങി നടന്ന തീവ്രവാദികൾ. ഇങ്ങനെയുള്ള പാകിസ്ഥാൻ നമ്മൾ ചുട്ട മറുപടി കൊടുത്തില്ലെങ്കിൽ എന്നും നമ്മുടെ തലയിൽ ഇവർ കയറി നിരങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ത്യ കൊടുത്ത ഈ തിരിച്ചടി അതിശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെയാണ്. മെയ് 7 പുലർച്ചെ 1 മണിക്കും 1:30ക്കും ഇടയ്ക്ക് ഇന്ത്യ നടത്തിയ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഈ തിരിച്ചടി, പാകിസ്ഥാൻ കൊടുത്ത ഈ തിരിച്ചടിക്ക് ശേഷം ഇന്ത്യ വളരെയധികം വിജിലന്റ് ആയിട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വളരെ ജാഗ്രതയോടെ ഇന്ത്യ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് ഇന്നലെ 25 രാത്രിയിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഏകദേശം 15 സ്ഥലങ്ങളിലായിട്ട് പഞ്ചാബിലും രാജസ്ഥാനിലുമായിട്ട് ഏകദേശം 15 സ്ഥലങ്ങളിലായിട്ട് മിസൈൽ ആക്രമണം നടത്തിയത്. അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം പാകിസ്ഥാൻ നടത്തി. പക്ഷേ ഇന്ത്യ അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ അതിശക്തമായിട്ടുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റം S-400 എന്ന അതിശക്തമായിട്ടുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച്, എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ഇന്ത്യ അതിശക്തമായിട്ട് പ്രതിരോധിച്ച് പാകിസ്ഥാന്റെ മിസൈലുകളെ എല്ലാം വെടിവെച്ച് വീഴ്ത്തുകയാണ് ചെയ്തത്. 15 ഇടങ്ങളിൽ, പഞ്ചാബിലും രാജസ്ഥാനുമായിട്ട് 15 ഇടങ്ങളിലാണ് പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇന്ത്യയുടെ അതിശക്തമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ശക്തമായിട്ട് തന്നെ പ്രതിരോധിച്ചു നിന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരുന്നത്. അപ്പം പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ ഇങ്ങോട്ട് അടിക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ തീവ്രവാദി ആക്രമണം നടത്തി, ഇന്ത്യ അതിന് തിരിച്ചടി കൊടുത്തു. വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയിലേക്ക് ആക്രമണം വന്നു. ഇന്ത്യ അതിനും അതിശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ 2 എന്ന പേരിൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഓപ്പറേഷനെ പാകിസ്ഥാനിലെ ലാഹോറിലെ പ്രധാനപ്പെട്ട സൈനിക ഇൻസ്റ്റാളേഷൻസ്, സൈനിക കേന്ദ്രങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇന്ത്യ മിസൈൽ ഉപയോഗിച്ചിട്ട്. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ 2. ഇന്ത്യ കൊടുത്ത രണ്ടാമത്തെ തിരിച്ചടി പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ഓപ്പറേഷൻ സിന്ദൂർ 1, ഓപ്പറേഷൻ സിന്ദൂർ 2 ആയി ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ എന്ന് പത്തി താഴ്ത്തും അതുവരെ ഇന്ത്യയുടെ തിരിച്ചടി തുടർന്നുകൊണ്ടേയിരിക്കും. പാകിസ്ഥാന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ത്യ ഈ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.